നമസ്കാരം. ടി.പി. വധക്കേസിലെ കുറ്റവാളികൾക്ക് അഭൂതപൂർവവും അനുപാതരഹിതവുമായ ഇളവുകൾ ലഭിക്കുകയാണെന്ന് കെ രമ. ഇത് സിസ്റ്റത്തിന്റെ നിഷ്പക്ഷതയിലുള്ള പൊതുജനങ്ങളുടെ വിശ്വാസം ഇളക്കി മറിച്ചുവെന്നും കെ രമ സുപ്രീം കോടതി അറിയിച്ചു. ടി.പി. കേസിലെ കുറ്റവാളികൾക്ക് ജാമ്യം അനുവദിക്കുന്നത് തെറ്റും അപകടകരവും മനോവീര്യം കെടുത്തുന്നതുമായ സന്ദേശം നൽകുമെന്നുമാണ് രമ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. രാഷ്ട്രീയ പ്രേരിത കൊലപാതകങ്ങളിലും സാമൂഹിക ഘടനയെ ബാധിക്കുന്ന ക്രൂരമായ കുറ്റകൃത്യങ്ങളിലും ജാമ്യം പരിഗണിക്കുമ്പോൾ കോടതികൾ സമൂഹത്തിലും പൊതുജന വിശ്വാസത്തിലും നീതിന്യായ വ്യവസ്ഥയിലും ചെലുത്തുന്ന സ്വാധീനം പരിഗണിക്കണമെന്നും രമ ആവശ്യപ്പെട്ടു. ടി.പി. വധക്കേസിൽ ഹൈക്കോടതി ശിക്ഷിച്ച ജ്യോതി ബാബുവിന് ജാമ്യം അനുവദിക്കുന്നതിനെ എതിർത്ത് ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിലാണ് കെ രമ കേസിലെ കുറ്റവാളികൾക്ക് ലഭിക്കുന്ന ഇളവുകൾ വിശദീകരിക്കുന്നത്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട 3 പേർക്ക് 1000 ദിവസത്തിലധികം പരോൾ അനുവദിച്ചു. 6 പേർക്ക് 500 ദിവസത്തിലധികം പരോൾ അനുവദിച്ചു. കേസിലെ 8ാം പ്രതിയായ കെ.സി. രാമചന്ദ്രൻ 1081 ദിവസം പരോളിൽ കഴിഞ്ഞുവെന്നാണ് രമ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് 31% ജയിലിന് പുറത്ത് ആയിരുന്നു. 6ാം പ്രതി സിജിത്ത് 1078 ദിവസവും 2ാം പ്രതി മനോജ് 1068 ദിവസവും 4ാം പ്രതി ടി.കെ. രജീഷ് 940 ദിവസവുമാണ് പരോളിൽ കഴിഞ്ഞത്. 7ാം പ്രതി ഷിനോജിന് ലഭിച്ചത് 925 ദിവസത്തെ പരോൾ ലഭിച്ചുവെന്നും സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അഭിഭാഷകൻ എ കാർത്തിക്കാണ് രമയുടെ സത്യവാങ്മൂലം ഫയൽ ചെയ്തത്. ഇതിനിടെ തന്നെ ആരോഗ്യ മേഖലയെ പ്രകീർത്തിച്ച് രമ വരുന്നുണ്ട്. സർക്കാർ മെഡിക്കൽ കോളേജുകൾ നൽകുന്നത് മികച്ച സേവനമെന്നാണ് രമ പറയുന്നത്. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഉള്ളത് മികച്ച ചികിത്സാ സൗകര്യമാണെന്നാണ് സുപ്രീം കോടതി ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ കെ രമ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ആധുനിക സംവിധാനങ്ങളോടുള്ള പ്രാഥമിക ആരോഗ്യ സംവിധാനങ്ങൾ മികച്ചതാണ്. ഇത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാണെന്നും വടകര MLA കൂടിയായ കെ രമ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജ്യോതി ബാബു ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിരിക്കുന്നത്. എന്നാൽ ജ്യോതി ബാബുവിന് പരിയാരം മെഡിക്കൽ കോളേജിൽ മികച്ച ചികിത്സ ലഭ്യമായിട്ടുണ്ടെന്നും ആരോഗ്യ കാരണങ്ങളാൽ ജാമ്യം അനുവദിക്കരുതെന്നും കെ രമ സുപ്രീം കോടതിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളിൽ സൗകര്യമില്ലെങ്കിൽ അക്കാര്യം സംസ്ഥാന സർക്കാരാണ് പറയേണ്ടതെന്നും അല്ലാതെ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളിയല്ലെന്നും കെ രമ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ക്രിമിനൽ നടപടി ചട്ടത്തിലെ 389 പ്രകാരം വധശിക്ഷ, ജീവപര്യന്തം 10 വർഷത്തിലധികം ശിക്ഷ ലഭിച്ചവർ എന്നിവരെ ജാമ്യത്തിൽ വിടുന്നതിന് മുൻപ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിലപാട് അറിയിക്കേണ്ടതാണ്. അതിനാൽ ജ്യോതി ബാബുവിന് ജാമ്യം അനുവദിക്കുന്നതിന് മുൻപ് നിലപാട് എഴുതി നൽകാൻ പ്രോസിക്യൂട്ടറോട് നിർദ്ദേശിക്കണം. എഴുതി നൽകുന്നില്ലെങ്കിൽ ജാമ്യം അനുവദിക്കുന്നതിൽ പ്രോസിക്യൂട്ടർക്ക് എതിർപ്പില്ലെന്ന് രേഖപ്പെടുത്തണം എന്നും കെ രമ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു.